അപ്പൊ KSRTC ബസ്സിൽ കയറി പെൺകുട്ടിയെ കയറി പിടിച്ച കേസിൽ നമ്മുടെ സവാദിനെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏത് സവാദ്? 2 കൊല്ലം മുമ്പ് ഒരു KSRTC ബസ്സിൽ വെച്ച് മസ്താന എന്ന് പറയുന്ന പെൺകുട്ടിയെ കയറി പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ജയിലിൽ നിന്നും ഇറങ്ങിയ സമയത്ത് ഓൾ കേരള മെൻ അസോസിയേഷൻ മാലിട്ട് സ്വീകരിക്കുകയും ചെയ്ത ആ സവാദ് ഉണ്ടല്ലോ, ആ മൂപ്പരന്നെ. എന്തൊക്കെയായിരുന്നില്ല അന്നത്തെ കോലാഹലങ്ങൾ. മാലയിട്ട് സ്വീകരിക്കുന്നു, അതിനുശേഷം സവാദ് ലൈവിൽ വന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്നു, അവനൊരു ഹീറോ ആയിട്ട് കുറെ ആളുകൾ കൊണ്ട് നടക്കുന്നു. എന്തൊക്കെയായിരുന്നു ബഹളവും മേളങ്ങളൊക്കെ. എനിക്ക് അപ്പോഴേ തോന്നി. എന്നിട്ട് ഇപ്പൊ എന്തായി? അതേ തെറ്റ് തന്നെ അവന് വീണ്ടും ആവർത്തിച്ച്. ഇതിനൊക്കെ വേണ്ടി ഇവന് വളം വെച്ച് കൊടുത്തവരെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഒരേ തെറ്റ് തന്നെയാണല്ലോ ഇവൻ ആവർത്തിച്ചത്. KSRTC ബസ്സിൽ വെച്ച് മറ്റൊരു യുവതിയെ കയറി പിടിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ അവന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 കൊല്ലം മുമ്പ് ഇവൻ കൊച്ചിയിൽ വെച്ചാണ് മസ്താനെ കയറി പിടിച്ചതെങ്കിൽ ഇത്തവണ തൃശ്ശൂർ വെച്ചാണ് സംഭവം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നടക്കുന്നത് KSRTC ബസ്സിൽ വെച്ച് തന്നെ. തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന ബസ്സിൽ വെച്ചായിരുന്നു സംഭവം നടന്നിട്ട് ഒരാഴ്ചയായി കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് അവൻ അറസ്റ്റ് ചെയ്യുന്നത്. ഇനിയും വിശ്വാസമാകാത്തവർക്ക് വേണ്ടി ഞാൻ ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ വന്നൊരു ന്യൂസ് കേൾപ്പിച്ചു. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്. 2023 സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. MS ലിഷോയി വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലിഷോയി, സവാദ് എന്ന പേര് ഒരുപക്ഷെ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും, പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ്. ഇതേപോലെ ഒരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, അതും ചർച്ചയായിരുന്നു. ഒരു കാര്യവുമില്ല, അതാ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ. തീർച്ചയായും ഈ സവാദിനെ അന്ന് പുകഴ്ത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട യുവതിയെ ഇകഴ്ത്തി നിരവധി ആളുകളും രംഗത്ത് വന്നിരുന്നു. ഇതിപ്പോൾ വീണ്ടും ഇതേ സമാനമായ ഇതേ കേസിൽ തന്നെ സവാദ് അറസ്റ്റിലായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ, സന്തോഷമായല്ലോ. എന്തായാലും പുതിയ പൂമാല വാങ്ങാൻ വേണ്ടി ആള് പോയിക്കണമെന്നാണ് കേട്ടത്. പ്രതി ജയിലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പൂമാല അവിടെ എത്തുമായിരിക്കുമല്ലേ. എന്നാലും ഞാൻ ആലോചിക്കാണ്, അന്ന് എന്തൊക്കെയായിരുന്നില്ലേ ബഹളങ്ങള്. അന്ന് മെജോറിറ്റി ഓഫ് ആളുകളും സവാദിനെ സപ്പോർട്ടായിരുന്നു. മസ്താനിന്റെ ഡ്രസ്സിനെ കുറിച്ച് പറയാനായിരുന്നു എല്ലാവർക്കും 100 നാക്ക്. അവൾ അന്ന് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടത് കൊണ്ടല്ലേ, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടത് കൊണ്ടല്ലേ. ഇപ്പൊ എന്തായി? ഇപ്പൊ മനസ്സിലായില്ല, അവളുടെ ഡ്രസ്സിനല്ല ഇവന്റെ മനസ്സിലാണ് കുഴപ്പമെന്നുള്ളത്. എന്തായാലും അന്ന് ഞാൻ മസ്താനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത കാരണമായിട്ട് എനിക്ക് കിട്ടിയ തെറിവിളി ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നീ ഒരു ആണാണടാ, നിനക്ക് നാണമില്ലടാ അവിടെ സപ്പോർട്ട് ചെയ്യാൻ, നീ ഒരു പാവാടയാണടാ എന്നൊക്കെ കുറെ ആൾക്കാർ അന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കമന്റ് ഇട്ടവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ, ഉണ്ടായാ മതി. എന്നാലും ഞാൻ ചിന്തിച്ചു പോയ കാര്യം അതല്ല. ഓൾറെഡി 2 കൊല്ലം മുമ്പ് ഇവനെതിരെ വലിയൊരു അലിഗേഷൻ വന്നതാണ് അല്ലെ. അന്ന് ഇവന് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കത് വിശ്വസിക്കാം, ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അന്ന് അടുത്തിരുന്ന മസ്താൻ എന്ന പെൺകുട്ടി റീച്ചിന് വേണ്ടിയിട്ട്, ഫെയിമിന് വേണ്ടിയിട്ട് ഇവനെ വെച്ചൊരു ഇല്ലാകാതെ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അന്ന് അങ്ങനെ തന്നെ സംഭവിച്ചൊന്നിരിക്കട്ടെ. അന്ന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഈ സവാദ് എന്ന് പറഞ്ഞവൻ KSRTC ബസ്സിൽ സമാധാനമായിട്ട് കയറും. ഇവൻ ശരിക്കും അന്ന് നിരപരാധിയാണെങ്കിൽ ഇവന്റെ മനസ്സിൽ അതൊരു ട്രോമ ആയിട്ട് ഇങ്ങനെ അവശേഷിക്കും അല്ലെ. പിന്നെ KSRTC ബസ് കാണുമ്പോൾ ഇവന് കിള്ള പറിക്കും. അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഒരിക്കലും ഒരു KSRTC ബസ്സിൽ ഓടി കയറാണ്. അങ്ങനെ ഓടി കയറി ഒരു പെൺകുട്ടിന്റെ അടുത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി, ഞാൻ അവളെ തൊടുക പോലും ചെയ്യാണ്ട് അവള് ആ ബസ്സിൽ നിന്ന് അലറി വിളിക്കാണ്, ഇവൻ എന്നെ കയറി പിടിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അവൾ എന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാണ്. അത് കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ നാറിപ്പോകാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞാൻ KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാണെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടിന്റെ അടുത്ത് ഇരിക്കുമോ? KSRTC ബസ്സിൽ എന്നല്ല, ലോകത്ത് എവിടെ പോയാലും ഞാനൊരു പെൺകുട്ടിന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പേടിക്കും. കാരണം എന്താണ്? ഈ അടുത്തിരിക്കുന്ന പെൺകുട്ടി അന്ന് എന്നോട് ആ പെൺകുട്ടി ചെയ്ത പോലെ ചെയ്തു എന്നുള്ള ഒരു പേടി എന്റെ ഉള്ളിനുള്ളിൽ ഉണ്ടാകും അല്ലെ. ഇതൊരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടും വീണ്ടും ഇവരെ ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കാൻ വേറെ എങ്ങോട്ടും പോകണ്ട. സംഭവം ഇവനെന്തൊരു ശീലമാണ്. ചില ശീലങ്ങൾ അങ്ങനെയാണല്ലോ, അതിനെ ലഹരി കിട്ടി കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ കള്ളന്മാര് എത്ര പിടിക്കപ്പെട്ടാലും പിന്നെയും മോഷണം നടത്തുന്നത്. അവർക്ക് അതിലൊരു ലഹരി കിട്ടിപ്പോയി, അത് അവർക്കൊരു ശീലമായി പോയി. അതേപോലെ തന്നെയാണ് ഇവനിങ്ങനെ പെൺകുട്ടികളുടെ ഇടയിൽ പോയിരിക്കുമ്പോൾ അവരെ കയറി പിടിക്കുമ്പോൾ ഇവന് കിട്ടുന്ന ഒരു ലഹരി ഉണ്ട്. അത് ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവന് വീണ്ടും ഈ പരിപാടികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതിനൊരു തരത്തിൽ സെക്സ്വൽ പെർവേഴ്സൺ അഥവാ ലൈംഗിക വൈകൃതം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇതിനെ ലഹരിയിൽ അടിമപ്പെട്ട ആളുകൾക്ക് പിന്നെ ഇതില്ലാണ്ട് പറ്റില്ല. ഇപ്പൊ 2 ദിവസം മുന്നേ കണ്ണൂരിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്ത സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടാകും. ന്യൂസിലൊക്കെ അത് വാർത്തയായിരുന്നു. എന്തായിരുന്നു ആ സംഭവം? കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവൊക്കെ ഉള്ള ഒരു യുവതി 21 വയസ്സുകാരനായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങായിരുന്നു. നാട്ടുകാരത് പിടിച്ച് ചോദ്യം ചെയ്തു. നാട്ടുകാർ ഭയങ്കരമായിട്ട് സദാചാരം ഗുണ്ടായിസം കാണിച്ചു. അവസാനം ആ പെണ്ണെന്താക്കി പോയി അങ്ങ് ആത്മഹത്യ ചെയ്തു. നാട്ടുകാർ കാണിച്ചത് അവിടെ ശുദ്ധ തമ്മാടിത്തരാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഓവർ സ്വാതന്ത്ര്യത്തെ ഇടപെടേണ്ട കാര്യം നാട്ടുകാർക്കില്ല. പക്ഷേ ഈ മരണപ്പെട്ട യുവതിയുടെ ഉമ്മ
ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഉമ്മ പറഞ്ഞെന്താണ്, 3 വർഷമായിട്ട് 21 വയസ്സുകാരനുമായിട്ട് ഈ യുവതിക്ക് അവിഹിത ബന്ധമുണ്ട്. കുടുംബം മൊത്തം അറിഞ്ഞതാണ് ഈ അവിഹിത ബന്ധം. എന്തിന് ഭർത്താവ് വരെ അറിഞ്ഞു. എന്നിട്ട് പോലും ഭർത്താവ് ഒരുപാട് തവണ വിലക്കി. ഇത് കാരണം അവൾക്ക് ഒരുപാട് നാണക്കേട് അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ എന്നിട്ടും അവൾക്ക് ആ 21 വയസ്സുകാരനൊരു ലഹരിയായിരുന്നു. ആരൊക്കെ എന്തൊക്കെ താക്കീത് നൽകിയിട്ടും കുടുംബം മൊത്തം നാറിയിട്ടും അവൾക്ക് ആ ലഹരി മാറ്റാൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും അവൾ അവനെ തേടിപ്പോയി. അവസാനം നാട്ടുകാരിടപെട്ട് അവൾക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു അല്ലേ? ഞാനിതിപ്പം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇവിടെ കണ്ണൂരിലെ ഈ ആത്മഹത്യ ചെയ്ത റസീന എന്ന് പറയുന്ന യുവതിയുടെ കേസും ഇപ്പൊ ഈ KSRTC ബസ്സിൽ പിടിക്കപ്പെട്ട സവാദിന്റെ കേസും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. രണ്ടും സെക്ഷൽ പെർവേഴ്സിന്റെ അഥവാ ലൈംഗിക വൈകൃതത്തിന്റെ 2 വശങ്ങളാണ്. ഇവിടെ റസീനയെ സംബന്ധിച്ചിടത്തോളം അവിഹിതം എന്ന ലൈംഗിക വൈകൃതത്തിന് അവൾ അടിമപ്പെട്ടു. അവൾക്ക് അതില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു. അതേപോലെ തന്നെയാണ് സവാദിന്റെയും അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കി, ഇവൻ ഒരു വട്ടം KSRTC ബസ്സിൽ നിന്നും ഒരു പെണ്ണിനെ കയറി പിടിച്ചത് കാരണമായിട്ട് പൊക്കിയതാണ്. പക്ഷെ അന്ന് എന്തോ ഭാഗ്യവശാൽ സമൂഹത്തിലെ മെജോറിറ്റി ഓഫ് ആളുകളുടെ സപ്പോർട്ട് ഇവന് കിട്ടി. എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് അവന് രക്ഷപ്പെട്ടതാണ്. പക്ഷെ അതോടുകൂടി ഇവൻ അറിയാം, ഇനി ഇതേ കാര്യം ആവർത്തിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്തവരെല്ലാരും കൂടി തന്നെ കല്ലെറിയുമെന്ന്. അത് ഇവന് നന്നായി അറിയാം. അതറിഞ്ഞിട്ടും ഇവൻ ഇതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില ലൈംഗിക വൈകൃതങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചറിവിന് മുകളിലായിരിക്കും. അതിലൊരിക്കലും അടിമപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇവന്റെ രക്തത്തിൽ അലിഞ്ഞു പോയതാണ്. ഇനി ഇവനിത് മാറ്റാൻ പറ്റത്തില്ല. ഇനിയും ഇവനെ സമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു വിട്ടു കഴിഞ്ഞാണെങ്കിൽ ഇവൻ ഇനിയും മറ്റുള്ള പെൺകുട്ടികളെ കയറി പിടിക്കും. ഇവൻ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ ഒരുപാട് ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ട ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ പലരും മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നെന്ന് മാത്രം ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്തായാലും അന്ന് 2 കൊല്ലം മുമ്പ് ഈ സവാദ് എന്ന് പറയുന്നവന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സമൂഹത്തിനെ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്നും കൂടി ഒന്ന് കണ്ടോക്കാം. മറ്റൊരു വെല്ലുവിളി തന്നെ ഞാൻ നടത്തുന്നു. വേൾഡിലുള്ള ആർക്ക് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. അതായത് ടൈറ്റ് ജീൻസിന്റെ പാൻറ്റും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും ഇന്നറും ധരിച്ചുകൊണ്ട്, ഈ 3 വസ്ത്രം ധരിച്ചുകൊണ്ട്, അതായത് അതുപോലെ സീറ്റിൽ ഇരുന്നിട്ട്, അതായത് ഒറ്റക്കൊന്നല്ലിരുന്ന് അതുപോലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അടുത്തുള്ളവർ പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവർ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, വേൾഡിൽ തന്നെ ആർക്കെങ്കിലും അങ്ങനെ പറ്റുമെങ്കിൽ അവർക്ക് അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു. അത് പറ്റുന്ന നീ തന്നെ ഇപ്പൊ തെളിയിച്ചു തന്നില്ല. ഇനിയിപ്പോ അതിനായിട്ട് വേറെ അങ്ങോട്ടും പോകണ്ട. ഇനി ഇത്തവണയും ഇവന് പഴയ പോലെ തന്നെ ജീൻസും ട്രാക്ക് സൂട്ട് ഇട്ടിട്ടാണോ വേറെ പെൺകുട്ടിനെ കയറി പിടിക്കാൻ പോയത്? അല്ല, ഇനി ഇതേമാതിരി പിടിക്കപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ ജനങ്ങളെ വെല്ലുവിളിക്കാലോ. ജീൻസും ട്രാക്ക് സൂട്ടും ഇട്ട് എങ്ങനെയാണ് ലിംഗം പുറത്തിട്ട് തരം പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും കൊള്ളാം. ഇനി ഇവന് 2 കൊല്ലം മുമ്പ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇവന് പൂമാലിടുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും അതൊന്നും കൂടി ഒന്ന് കണ്ടോക്കാം. ഒരു രസത്തിന്, ഒരു സമാധാനത്തിന് ഒന്ന് കണ്ടോക്കാം. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. വലിയൊരു സപ്പോർട്ടുണ്ട് ഇവിടെ. അതെ, ആ സപ്പോർട്ടൊക്കെ ഇപ്പോഴും ഉണ്ടാവണം കേട്ടോ. അന്ന് സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇപ്പൊ എവിടാണോ എന്തോ. എന്തായാലും കോമഡി അയക്കണം കേട്ടോ സംഭവം. ഇനിയും ഇതുപോലെ ആരെങ്കിലും ഒക്കെ പൂമാലിട്ട് സ്വീകരിക്കും. ഇതേമാതിരിയുള്ള പ്രവർത്തികൾ ചെയ്യാനുള്ള പ്രചോദനം ഇനി വീണ്ടും വീണ്ടും കൊടുക്ക്. വേറെ എന്ത് പറയാനാണ് ഇതിനൊക്കെ? കൂടുതലൊന്നും ഞാൻ പറയില്ല, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ്. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.